കേരളത്തിൽ ഭരണം പിടിക്കണമെന്നൊരു ആഗ്രഹവുമായിട്ട് BJP പ്രവർത്തനം തുടങ്ങിയിട്ട് കാലങ്ങൾ കുറച്ചാവുന്നുണ്ട്. അവരാകെ നേമത്താണ് ആദ്യമായിട്ടൊരു അക്കൗണ്ട് തുറക്കുന്നത്. അതും O രാജഗോപാലിനെ പോലെ ഒരു മനുഷ്യൻ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് ജനങ്ങളോടൊപ്പം നിൽക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ. അദ്ദേഹം അതിന് ജയിക്കാനൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ റെയിൽവേ സഹമന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹം തിരുവനന്തപുരത്ത് കൊണ്ടുവരാൻ ശ്രമിച്ച ചില മാറ്റങ്ങളുണ്ട്. കുറേ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചു, കുറച്ചൊക്കെ വിജയിച്ചു, കുറച്ച് പരാജയപ്പെടുകയൊക്കെ ചെയ്തെങ്കിലും ജനങ്ങളുടെ മനസ്സിൽ ഒരു പ്രതീക്ഷ കൊടുത്തു. ഇദ്ദേഹം നമുക്കിടയിലേക്ക് നേതാവായി വന്നാൽ, നമുക്ക് MLA ആയി വന്നാൽ എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ അദ്ദേഹത്തെ ജയിപ്പിച്ചു. 5 വർഷങ്ങൾ കടന്നുപോയി, നേതൃത്വം മാറി, നേതൃത്വ നിര മാറി, നേതാക്കൾ പുതിയ ആളുകൾ വന്നു. രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന പുതിയ സംസ്ഥാന പ്രസിഡന്റ് വന്നു. പൊടുന്നനെയായിരുന്നു BJPയിൽ മാറ്റങ്ങളുണ്ടായത്. നാളിതുവരെയും എങ്ങനെയായിരുന്നു, അതിൽ നിന്ന് കൂടുതൽ പ്രവർത്തകരെ പാർട്ടിയിലേക്ക് എത്തിക്കാൻ ഉള്ള പ്രവർത്തനങ്ങൾ നടന്നു. പഞ്ചായത്ത് ഇലക്ഷൻ വന്നപ്പോൾ നമ്മളൊക്കെ പ്രതീക്ഷിച്ചതിനപ്പുറം അവരുടെ പ്രതീക്ഷകൾ എത്രത്തോളം ഉണ്ടായിരുന്നോ അത് സഫലീകരിക്കാനും അവർക്ക് കഴിഞ്ഞു. വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്ന് അവർ വിശ്വസിക്കുന്നു. പുതിയൊരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. നിരവധി മണ്ഡലങ്ങൾ വിജയിക്കുമെന്നുള്ള ശുഭപ്രതീക്ഷയിൽ അവർ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു. ഏകദേശം സ്ഥാനാർത്ഥികളെയൊക്കെ പ്രഖ്യാപിച്ച് പ്രവർത്തനം തുടങ്ങിയെന്ന് വേണം കരുതാൻ. കാരണം നേമത്ത് രാജീവ് ചന്ദ്രശേഖർ തന്നെ മത്സരിക്കുമെന്ന് അദ്ദേഹം പറയുന്നു. ശോഭാ സുരേന്ദ്രൻ്റെ പേര് കായംകുളത്തും ആലപ്പുഴ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലൊക്കെ പറഞ്ഞു കേൾക്കുന്നു. K സുരേന്ദ്രൻ വട്ടിയൂർക്കാവിൽ മത്സരിക്കണമെന്ന് പറയുന്നു. അങ്ങനെ താല്പര്യം അറിയിച്ചുകൊണ്ട്, പണ്ടൊക്കെ BJPക്ക് മത്സരിക്കാൻ ആളില്ലാതിരുന്നൊരു കാലമുണ്ട്. പല മണ്ഡലങ്ങളിലും BJP മത്സരിച്ചിരുന്നില്ല, മത്സരിക്കുന്നിടത്തൊന്നും ജയിച്ചിരുന്നില്ല. 1000 വോട്ടിനപ്പുറം പോകാതിരുന്ന കാലത്ത് നിന്ന് 2ാം സ്ഥാനത്തേക്കും, ഇനിയിപ്പോൾ നേമത്തൊരു തവണ ജയിച്ചു, അതേപോലെ തന്നെ ഇപ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടു അവർ ജയിച്ച് കയറി നഗരസഭ പിടിച്ചു. അങ്ങനെയെങ്കിൽ കേരളത്തിൻ്റെ ഭരണം BJPയുടെ കൈകളിൽ എത്താൻ സാധ്യതയുണ്ടോ? എന്താണ് അതിൻ്റെ ഒരു വിലയിരുത്തൽ? കേരളത്തിൽ BJP ഭരിക്കുമോ എന്ന ചോദ്യം വളരെ നാളുകളായിട്ട് കേൾക്കുന്നതാണ്. എന്തുകൊണ്ട് ഭരിക്കാൻ പാടില്ല എന്നൊരു ചോദ്യം അതോടൊപ്പം തന്നെ നമ്മൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അതായത് ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ BJPക്ക് പ്രൊഫഷണലിസം ഇല്ലായിരുന്നു കുറേ അധികം നാളുകളായിട്ട്. CPM-നെ സംബന്ധിച്ചിടത്തോളം അവർ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്നു. അതാണ് പ്രൊഫഷണലിസം. കോൺഗ്രസിന് ഈ സംവിധാനമൊന്നും ഇല്ലെങ്കിൽ പോലും കോൺഗ്രസിൻ്റെ അടിത്തറ വളരെ വിശാലമാണ് കേരള രാഷ്ട്രീയത്തിൽ. അതുകൊണ്ട് തന്നെ അവർക്കൊരു ഇലക്ഷനെ നേരിടാനായിട്ട് വളരെ എളുപ്പത്തിൽ സാധിക്കും. ഒരു സംവിധാനം ഇല്ലെങ്കിൽ പോലും വിജയിച്ചു വരാൻ പറ്റുന്ന ധാരാളം മണ്ഡലങ്ങൾ അവർക്കുണ്ട്. CPM-നും അങ്ങനെയുണ്ട്. എന്നാൽ BJPയെ സംബന്ധിച്ചിടത്തോളം അത് ആ ഒരു മണ്ഡലം ഇല്ലായിരുന്നു എന്നുള്ളതൊരു പ്രതികൂല ഘടകമായിരിക്കെ തന്നെ വേറെ ധാരാളം ഘടകങ്ങളുണ്ടായിരുന്നു. അതായത് കേരളത്തിൽ ജനസംഖ്യയുടെ ഏകദേശം പാതിയോളം 2 ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ജനസംഖ്യയുണ്ട്. അപ്പോൾ നമ്മൾ പറയും കേരളത്തിൽ വർഗീയതയില്ലാത്ത മനസ്സാണെന്ന് പറയുമ്പോഴും കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ വർഗീയ മനസ്സുള്ളത്. അതുകൊണ്ട് തന്നെ അത് 2 രീതിയിലാണ്. കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾക്കാണ് ഏറ്റവും ശക്തമായ വർഗീയ അടിത്തറയുള്ളത്. ഇത് പറയുമ്പോൾ കേൾക്കുന്നവർക്ക് ഒരുപക്ഷെ അങ്ങനെയല്ല എന്ന് തോന്നും. പക്ഷെ വസ്തുതകൾ, നമ്മൾ ഇലക്ഷനെ പരിശോധിച്ചാൽ കാണുന്ന വസ്തുതകൾ അങ്ങനെ തന്നെയാണ്. രാഷ്ട്രീയക്കാരുടെ അവരുടെ നയപരിപാടികൾ ആവിഷ്കരിക്കുന്നത് നോക്കുമ്പോഴും അറിയാം. ഇവിടെ എപ്പോഴും പറയുന്നത് ഭൂരിപക്ഷ വോട്ടിനെ കുറിച്ചല്ലല്ലോ, ന്യൂനപക്ഷ വോട്ടിനെ കുറിച്ചല്ലേ പറയുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ന്യൂനപക്ഷം എന്ന രീതിയിൽ വർഗീയമായി ചിന്തിക്കുന്നത് കൊണ്ടാണല്ലോ മുന്നണികൾക്ക് അത് പറയേണ്ടി വരുന്നത്. അപ്പോൾ അങ്ങനെ മുന്നണികൾ പറയുമ്പോൾ അത് യഥാർത്ഥത്തിൽ മുന്നണികൾ ഭൂരിപക്ഷ വോട്ടെന്ന് എന്തുകൊണ്ട് പറയുന്നില്ല എന്ന് വെച്ചാൽ ഭൂരിപക്ഷത്തിന് അങ്ങനെ ഒരു വോട്ട് ബേസ് ഇല്ല, അങ്ങനെ ഒരു ചിന്താഗതി ഇല്ല, ഞങ്ങൾ ഹിന്ദു ആണെന്നൊരു കാഴ്ചപ്പാടില്ലാത്തത് കൊണ്ടാണ് ആ കാഴ്ചപ്പാടുള്ളവരെ കുറിച്ച് മാത്രം മുന്നണികൾ പറയുന്നത്. എന്നാൽ ഭൂരിപക്ഷത്തെ ഈ വാചകം പതിയെ ഭൂരിപക്ഷത്തെ സ്വാധീനിക്കുന്നുണ്ട്. ന്യൂനപക്ഷ വോട്ട്, ന്യൂനപക്ഷ മണ്ഡലം എന്നൊക്കെ പറയുമ്പോൾ അത് ഭൂരിപക്ഷത്തെ സ്വാഭാവികമായിട്ട് പ്രൊവോക്കേറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ്. ആ പ്രൊവോക്കേഷൻ എത്രമാത്രം എന്നുള്ളത് ഈ ഭൂരിപക്ഷത്തിൻ്റെ മനഃശാസ്ത്രം എത്രമാത്രം മാനസികമായിട്ട് ഇതിനെ ഉൾക്കൊള്ളുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാണുള്ളത്. അപ്പോൾ ചോദ്യത്തിൽ ഇപ്പോൾ എന്തുകൊണ്ട് BJP അധികാരം പിടിച്ചുകൂടാ ക്വസ്റ്റ്യൻ. ഈ പറയുന്ന ഓരോ ഇലക്ഷനിലും നമ്മൾ കണ്ടിട്ടുള്ളത് BJPക്ക് സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ വ്യാപകമായിട്ട് ക്രോസ് വോട്ടിംഗ് നടക്കും. അതായത് ഇടത് വലുത്, എന്നിട്ട് BJP വോട്ട് കച്ചവടക്കാരാണെന്ന് പറയുകയും ചെയ്യും. യഥാർത്ഥത്തിൽ വോട്ട് കച്ചവടം കച്ചവടമാണോ അല്ലേ എന്നുള്ളതല്ല, വോട്ട് മറിച്ച് നൽകുന്നത് ഇടത് വലത് മുന്നണികൾ പരസ്പരമായിരുന്നു. അങ്ങനെ BJPയുടെ പല പ്രമുഖരെയും തോൽപ്പിച്ചിട്ടുണ്ട്. വെറുതെ പറയുന്നില്ല, ഇലക്ഷൻ ഡാറ്റ വെച്ചുകൊണ്ടാണ്. ഈ മഞ്ചേശ്വരത്തൊരിക്കൽ സുരേന്ദ്രൻ 79 വോട്ടോ 100 വോട്ടിൽ താഴെ തോറ്റ ഒരു ഇലക്ഷൻ കേസൊക്കെ കൊടുത്ത സംഭവം. അതെ, അവിടുത്തെ ഡാറ്റ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് മുൻപ് UDF-നും LDF-നും കിട്ടിയ വോട്ട് നോക്കിയിട്ട്
ആ വോട്ടിന്റെ അടുത്ത പാർട്ടി, അതായത് BJP സ്ഥാനാർത്ഥി പ്രബലനായിട്ട് അവിടെ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരു മുന്നണിയുടെ വോട്ട് വളരെ വലിയ മാർജിനിൽ ഇല്ലാതെയാകുകയും മറ്റൊരു മുന്നണിക്ക് അത് കിട്ടുകയും ചെയ്യുന്നു. എന്നാൽ BJPയുടെ അടിസ്ഥാന വോട്ടിങ്ങിൽ വ്യത്യാസവും വരുന്നില്ല. ശ്രദ്ധിക്കണം, വ്യത്യാസം ഇതിപ്പോൾ BJPയിലേക്കാണ് വന്നതെങ്കിൽ BJPയിൽ ആ വ്യത്യാസം കാണാം. അതില്ല. BJPയുടെ അടിസ്ഥാന വോട്ടിങ്ങിൽ വ്യത്യാസമില്ല, വോട്ട് കൂടുകയും ചെയ്യുന്നു. മറ്റൊരു മുന്നണിക്ക് ഇതുവരെ ഈക്വലായിട്ട് നിന്നൊരു മുന്നണിക്ക് പെട്ടെന്ന് ഒരു മുന്നണി താഴേക്ക് പോയിട്ട് മറ്റൊരു മുന്നണിയിലേക്ക് അത് കൂടുന്നു. ഇതിനെയാണ് ക്രോസ് വോട്ടിംഗ് എന്ന് പറയുന്നത്. അത് പല സന്ദർഭങ്ങളിലും തെളിഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ ക്രോസ് വോട്ടിങ്ങിലൂടെ തോൽപ്പിക്കാൻ പറ്റുമായിരുന്നു. ആ ക്രോസ് വോട്ടിങ്ങിലൂടെ തോൽപ്പിക്കാൻ പറ്റുമായിരുന്ന രണ്ട് തരം മണ്ഡലങ്ങളാണ്. ഒന്ന് ന്യൂനപക്ഷ കേന്ദ്രീകൃതമായ, അല്ലെ അവർക്ക് ഈ ന്യൂനപക്ഷ മണ്ഡലങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടെ ഉണ്ട്. ന്യൂനപക്ഷ 20-30% മണ്ഡലങ്ങളാണ് ഈ ന്യൂനപക്ഷ മണ്ഡലം എന്ന് പറയുന്നത്. അതായത് ഭൂരിപക്ഷം എന്ന മണ്ടന്മാർ 70% ഉണ്ടെങ്കിലും ഭൂരിപക്ഷമായിട്ട് ചിന്തിക്കാതെയും അവർ രണ്ട് മുന്നണികൾക്കും വോട്ട് പകത്ത് കൊടുക്കുക, അല്ലെങ്കിൽ 3 മുന്നണിക്കും കൊടുത്തിട്ട് ബാക്കി വരുന്ന ഏതെങ്കിലും ഒരു മുന്നണി ബ്ലോക്കായിട്ട് ഒരു മുന്നണിക്ക് വോട്ട് ചെയ്യുന്ന വർഗീയമായ വോട്ടിംഗ് ആണ്. അതിനെയാണ് നമ്മൾ വർഗീയ വോട്ടുള്ള സ്ഥലങ്ങളെയാണ് ശരിക്കും പറഞ്ഞ ന്യൂനപക്ഷ മണ്ഡലം എന്ന് പറയുന്നത്. അപ്പോൾ അത് തുറന്നു പറയുന്നത് നമ്മൾ മടിക്കേണ്ട കാര്യമില്ല, ആരെന്ത് വിചാരിക്കുമെന്നുള്ള ചിന്തയുടെ ആവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇവിടെ ഒക്കെ ആയിരുന്നു നേരത്തെ BJP അവരുടെ, അതായത് ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ കിടക്കുന്ന BJPക്ക് അല്ല കോൺഗ്രസ്, സാധാരണ ഹിന്ദുവിന് BJP വന്നാൽ അവർക്ക് ആനുകൂല്യങ്ങളൊന്നും കിട്ടുന്നില്ല, അവർ വന്നാൽ ഗുണമുണ്ടാകുന്നൊരു ചിന്താഗതി ഉണ്ടാകുന്ന ഒരു കരുതിയിരുന്നു. പക്ഷേ ഇല്ല. കാരണം ഈ ഭൂരിപക്ഷ സമുദായങ്ങൾ മതേതരത്വം 4 നേരവും അപ്പം ചുടുന്ന പോലെ ദോശ ചുടുന്ന പോലെ നെയ്യൊഴിച്ച് കഴിക്കുന്ന ആൾക്കാരാണ്. അവർക്ക് അതുകൊണ്ട് തൃപ്തരാകും. പക്ഷെ ഗവൺമെന്റിന്റെ ആനുകൂല്യങ്ങളെല്ലാം ന്യൂനപക്ഷങ്ങൾക്ക് കൊടുക്കുന്നതിൽ അവർക്ക് അതൃപ്തിയുമില്ല, അവർ സന്തുഷ്ടരാണ്. അപ്പോൾ അവർക്ക് അവിടെ അതൃപ്തി ഇല്ലാത്തടത്തോളം BJP അവിടെ വിറക് വെട്ടിയിട്ടും വെള്ളം കോരിയിട്ടും കാര്യമില്ല. അതുകൊണ്ട് അവർ ആ പരിപാടി നിർത്തി. പിന്നെയോ ഭൂരിപക്ഷ കേന്ദ്രീകൃതമായ മണ്ഡലങ്ങൾ തിരഞ്ഞെടുക്കുകയും അതേപോലെ തന്നെ നാഷണൽ ആൻഡ് ഈ റീജിയണൽ പൊളിറ്റിക്സിലേക്ക് ശ്രദ്ധിക്കുന്ന വിഭാഗങ്ങൾ, അതായത് ഇപ്പോൾ കേരളത്തിലും ദേശീയ തലത്തിലും നടക്കുന്ന വിഷയങ്ങളെ ശ്രദ്ധിക്കുകയും അതിനോട് പ്രതികരിക്കുകയും ചെയ്യുന്ന മണ്ഡലങ്ങൾ അവർ പഠിച്ചപ്പോൾ അതിന് പഠനത്തിന് ഉപയോഗിച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഇപ്പോഴും ഇതിനു മുൻപുള്ളത്. അങ്ങനെ കഴിഞ്ഞ ഈ 5 വർഷം മുൻപേ തന്നെ അവർ ചില മണ്ഡലങ്ങളെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങി. അതിൻ്റെ പ്രവർത്തനം ഈ കഴിഞ്ഞ തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ അവർക്ക് ഗുണകരമായി വന്നു. ആ ഗുണകരമായി എന്ന് പറയുമ്പോൾ ടോട്ടൽ വോട്ടാണ് നോക്കുന്നത്, എത്ര സ്ഥലം BJP പിടിച്ചു എന്നുള്ളതല്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് അവരുടെ വോട്ടിംഗ് ശതമാനമാണ് നോക്കുന്നത്. കാരണം ഈ ഒരു നിയമസഭാ മണ്ഡലത്തിൽ കിട്ടുന്ന വോട്ട് ടോട്ടലി നോക്കുമ്പോൾ അത് 2 മുന്നണികളെക്കാൾ കൂടുതലാണെങ്കിൽ അവിടെ BJPക്ക് ജയിക്കാം. പക്ഷേ അത് പഞ്ചായത്ത് തലത്തിൽ നോക്കുമ്പോൾ ഒരുപക്ഷെ അവിടെ BJPക്ക് വലിയ കാര്യമായി ഗുണമില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വോട്ട് പല രീതിയിൽ UDF-നോ LDF-നോ കിട്ടി അവരായിരിക്കും അവിടെ ഭരിക്കാൻ പോകുന്നത്. പഞ്ചായത്ത് ഇലക്ഷൻ വരുമ്പോൾ പ്രാദേശികമായിട്ടുള്ള ചില ആളുകൾ മത്സരിക്കുമ്പോൾ രാഷ്ട്രീയത്തിന് അവിടെ പ്രസക്തി ഇല്ല എന്നുള്ളത് ഇപ്പൊ തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തികച്ചും വ്യക്തിപരമായിട്ട് നമ്മൾ വോട്ട് ചെയ്യും അവിടെ. അപ്പോൾ അവിടെ രാഷ്ട്രീയം നോക്കുകയില്ല. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അങ്ങനെയല്ല, അവിടെ രാഷ്ട്രീയം തന്നെയാണ്. അപ്പോൾ ആ രാഷ്ട്രീയം നോക്കുമ്പോൾ ഇവർക്ക് BJPക്ക് ഏറ്റവും അനുകൂലമായ ഘടകം എന്ന് പറയുന്നത് ഏകദേശം 15ാമത്തെ വർഷത്തിലേക്ക് പോകുന്ന നരേന്ദ്രമോദി സർക്കാരിൽ നിന്ന് ഒരു അഴിമതിയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വളരെ പ്രധാനമായിട്ടുള്ള LDF-ന്റെയും UDF-ന്റെയും പ്രതികൂല ഘടകം എന്ന് പറയുന്നത് UDF ഭരിച്ചപ്പോൾ അവരനുഭവിച്ച അഴിമതിയുടെ പാപഭാരവും ചീത്തപ്പേരും ജനങ്ങൾ ഇപ്പോഴും മറന്നിട്ടില്ല. LDF-നെ കുറിച്ചുള്ള ആരോപണങ്ങളും അഴിമതി ആരോപണങ്ങളും ജനങ്ങളുടെ മുമ്പിൽ നിലവിലുണ്ട്. ഇനി UDF-ന്റെ പല നേതാക്കന്മാരെ കുറിച്ച് അഴിമതിക്ക് അപ്പുറമുള്ള മറ്റ് ആരോപണങ്ങളും കേസും ഒക്കെ വന്നിട്ടുണ്ട്. എന്നാൽ LDF-ലും സമാനമായ കുറേ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഇവിടെയും BJP-യിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു ഭരണമില്ലാത്തതുകൊണ്ടാണോ ഭരണത്തിൽ കയറുമ്പോൾ ഇങ്ങനെയൊക്കെ വരുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടെ. പക്ഷെ താരതമ്യേന വന്നിട്ടില്ല. പക്ഷെ ദേശീയ തലത്തിൽ അവർക്കെതിരെ ചൂണ്ടിക്കാണിക്കാൻ അഴിമതികളൊന്നും ഇല്ല. ദേശീയ തലത്തിൽ ഇല്ല. UPA ഗവൺമെന്റ് എങ്ങനെയായിരുന്നു അതിന്റെ യാതൊരു കറകളും വന്നിട്ടില്ല. അല്ല, ദേശീയ തലത്തിൽ എന്ന് പറയുമ്പോൾ ദേശീയ തലത്തിൽ അന്തർ സംസ്ഥാന തലത്തിലും നോക്കാം. ഇപ്പോൾ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളുടെ ഭാഗത്തു നിന്നും അഴിമതിയില്ല, കേന്ദ്ര ഭരണത്തെക്കുറിച്ച് അഴിമതി, രണ്ടും നോക്കണം. അതായത് ഈ ഗവൺമെന്റ് അധികാരത്തിലേറ്റപ്പോൾ മോദി, അമിത്ഷാ, രാജ്നാഥ് സിംഗ് പോലുള്ള ഈ സഖ്യം അവർ തീരുമാനിച്ചൊരു കാര്യമുണ്ട്. നമ്മൾക്ക് ഭരണത്തിൽ ഇരിക്കണമെങ്കിൽ വ്യത്യസ്തമായ ഭരണം നടത്തണം. നമ്മളുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ, അതായത് ഭാരതം മൊത്തം ഈ BJPയുടെ പ്രത്യയശാസ്ത്രം വ്യാപിപ്പിക്കണമെങ്കിൽ BJPയെ സംബന്ധിച്ചിടത്തോളം ക്ഷമയോടുകൂടി കാത്തിരിക്കണം. അല്ല, ഈ അധികാരം കയറി അഴിമതി നടത്താൻ വേണ്ടിയാണ് കയറുന്നതെങ്കിൽ നമുക്ക് കയറി ഇറങ്ങിപ്പോകാം, പൈസ ഉണ്ടാക്കാം. പക്ഷെ നമ്മുടെ പ്രത്യയശാസ്ത്രം, ഹിന്ദുത്വ പ്രത്യയശാസ്ത്രം ഇന്ത്യയിൽ സ്ഥാപിക്കണമെങ്കിൽ അതിന് ക്ഷമയോടുകൂടി നിൽക്കണം. അപ്പോൾ RSSന്റെ ഇതുപോലുള്ള ചിട്ടയായ പ്രവർത്തനം, അതായത് സ്വയം
സമർപ്പിക്കുന്ന ഒരു രീതി, ആ രീതിയിലേക്ക് പോയപ്പോൾ ആരും അവരുടെ പ്രത്യയശാസ്ത്രം, അതായത് BJP വെക്കുന്ന ഐഡിയോളജി എന്താണോ അത് പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് അവർ ഭരിക്കുന്നത്, അതല്ലാതെ ദൈനംദിന നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല. അങ്ങനെ ഒരു പ്രതിജ്ഞ എടുത്തപ്പോഴുണ്ടായ ഗുണമെന്ന് പറഞ്ഞാൽ അത്ഭുതകരമായിരുന്നു. ഇന്ത്യയുടെ വളർച്ച BJPയെ സംബന്ധിച്ചിടത്തോളം എവിടെയും ഏത് സംസ്ഥാനത്തും അവർക്ക് നെഞ്ചു വിരിച്ച് പറയാം, ഞങ്ങളുടെ വളർച്ചയിൽ ഈ ഭാരതം ഇപ്പോൾ ജപ്പാനെയും പിന്തള്ളി 11ാം സ്ഥാനത്ത് മൻമോഹൻ സിംഗിന്റെ കാലത്ത് കിടന്നത് ഇപ്പോൾ നമ്മൾ 4ാം സ്ഥാനത്തേക്ക് എത്തിയെന്ന് പറയാം. അതേപോലെ തന്നെ എത്രയോ താഴെ കിടന്ന നമ്മൾ ഇപ്പോൾ ചൈനയോടൊപ്പം നമ്മൾ എത്തിയിരിക്കുകയാണ്. കാരണം ചൈനയോടൊപ്പം എത്തിയെന്ന് പറയുന്ന കുറേ ഡാറ്റാസ് ഉണ്ട്, അത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാവുന്ന ഒരു വിഷയമാണ്. അപ്പോൾ ആ രീതിയിൽ എത്തിയിരിക്കുന്നു. പിന്നെ അന്താരാഷ്ട്ര ബന്ധങ്ങളിലും നയതന്ത്ര ബന്ധങ്ങളിലും ലോകത്തിലെ ഏറ്റവും തന്ത്രശാലികളായ രാജ്യങ്ങളുടെ മുകളിലാണ് ഇന്ന് ഇന്ത്യ നിൽക്കുന്നത്. അപ്പോൾ അയൽ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധത്തെ ഹാൻഡിൽ ചെയ്ത്, ഇപ്പോൾ പാകിസ്ഥാനും ബംഗ്ലാദേശും നമ്മളോട് വന്ന ഓരോ പ്രശ്നത്തിനും എങ്ങനെയാണ് നമ്മളതിനെ ഹാൻഡിൽ ചെയ്യുന്നറിയാം. അടി കൊടുത്തു, അവഗണിക്കേണ്ടവനെ അവഗണിക്കുന്നു, മറ്റു മാർഗങ്ങളിലൂടെ കാര്യം ചെയ്യേണ്ടവനെ തലയിടാണ്ട എന്നുള്ളിടത്ത് നമ്മൾ തലയിട്ട് വെറുതെ തടി കേടാക്കുന്നുമില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അമേരിക്ക പോലുള്ള രാജ്യത്തെ നമ്മൾ ഡീൽ ചെയ്യുന്ന രീതിയുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് വികസനത്തിന്റെ ധാരാളമായ കഥകൾ BJPക്ക് പറയാനുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഈ സമൂഹത്തിൻ്റെ ഒരു പ്രത്യേകത, ദൈനംദിനം വിദ്യാഭ്യാസമുള്ള ഒരു പുതിയ തലമുറ ഇവിടെ വരുന്നുണ്ട്. അവരുടെ മുമ്പിൽ ഈ പഴയ ബിറ്റ് നോട്ടീസുമായിട്ട് ചെന്നിട്ട് കവലപ്രസംഗവുമായിട്ട് ചെന്നിട്ട് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇപ്പൊ ഇവിടെ നമ്മൾ മറുഡോയെ അറസ്റ്റ് ചെയ്തെന്നും പറഞ്ഞ് ഇവിടെ ബഹളം വെക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർ ഒരു കാര്യം മനസ്സിലാക്കണം. മറുഡോ ആരാണെന്നും അയാളുടെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നു, അത് അനിവാര്യമാണോ അല്ലയോ എന്നും സ്വതന്ത്രമായി അന്വേഷിച്ച് ചിന്തിച്ച് കണ്ടുപിടിക്കാൻ കഴിയുന്നൊരു തലമുറ വോട്ട് ബൂത്തിലേക്ക് ചെല്ലുമ്പോൾ ഇവരുടെ ഈ പ്രസംഗം അവരെ സ്വാധീനിക്കുകയില്ല. അപ്പോൾ അവർക്ക് ഇതേപോലെ തന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ചും സ്വയം മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ അവിടെ പാർട്ടി മെഷീനറിയുടെ പരമ്പരാഗതമായ പ്രവർത്തന രീതി കൊണ്ട് നേട്ടം കൊയ്യാനായിട്ട് ഈ മുന്നണികൾക്ക് പറ്റുകയില്ല എന്ന തിരിച്ചറിവ് ആർക്കുണ്ട്? BJPക്കുണ്ട്. അതിനെന്താണ് ചെയ്തത്? വളരെ പ്രൊഫഷണലായ ഒരു നേതാവിനെ, ഒരു വ്യക്തിയെ കൊണ്ടൊന്ന് സംസ്ഥാന നേതാവാക്കി. അദ്ദേഹം തൊട്ടതെല്ലാം പൊന്നാക്കിയ ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡ് വളരെ സുതാര്യമാണ്. ഇതിനിടയ്ക്ക് എന്തോ ഭൂമി കുംഭകോണ കേസൊക്കെ കൊണ്ടുവന്നു. പക്ഷെ ആ കേസിൽ അദ്ദേഹം കുറ്റവിമുക്തനായ, അദ്ദേഹം അങ്ങനെ ഒരു സംഭവത്തിൽ പ്രതിയല്ല എന്ന രീതിയിൽ കോടതി വെറുതെ വിട്ടൊരു കേസാണ്. പിന്നീട് ഈ മുട്ടിൽ മരമുറി കേസ് നടന്ന അതേ സന്ദർഭത്തിൽ റിപ്പോർട്ടർ ചാനൽ അതേ സംബന്ധിച്ച് പൊക്കിക്കൊണ്ട് അത് അതുപോലെ തന്നെ പോവുകയും ചെയ്തു. വേറെ കേരളത്തിൽ ഏത് നേതാവിനെതിരെ എന്തെങ്കിലും തരത്തിലുള്ള ആരോപണം നിലനിൽക്കുന്നത് ഒന്നുമില്ല. പിന്നെ ഈ പാർട്ടിയിലേക്ക് കടന്നു വരുന്ന ആൾക്കാരൊന്ന് ശ്രദ്ധിക്കുക. ആരൊക്കെ ഈ പാർട്ടിയിലേക്ക് കടന്നു? IPSകാർ, IASകാർ, DGPമാർ, അല്ലെങ്കിൽ വലിയ മെട്രോമാനെ പോലുള്ള ആൾക്കാർ, പിന്നെ സിനിമയിൽ തന്നെ കഴിവ് തെളിയിച്ച താരങ്ങൾ, സാമൂഹ്യമായിട്ട് വളരെയേറെ വ്യത്യസ്തമായി ചിന്തിക്കുന്ന, ഇപ്പോൾ നമുക്കറിയാമല്ലോ ഡൽഹി വലിയ മാറ്റം വരുത്തിയ കണ്ണന്താനമാണ്, അൽഫോൺസ് കണ്ണന്താനം പോലുള്ള ആൾക്കാർ. ഇവരൊക്കെ ഈ പാർട്ടിയോടൊപ്പം നിൽക്കുന്നതാണ്. എന്നാൽ രണ്ട് വിഷയങ്ങൾ ഇപ്പോഴും നമ്മൾ പറയാനുണ്ട്. അതായത് ഏറ്റവും പ്രധാന വിഷയം, BJPയോട് ഒരു ന്യൂനപക്ഷത്തിലെ ഒരു വിഭാഗമായ ക്രൈസ്തവ സമൂഹം കൂടുതൽ അഭിവാഞ്ചയും അടുപ്പവും ഒക്കെ കാണിക്കുന്നത് പല സന്ദർഭങ്ങളിൽ നമുക്ക് തോന്നിയിട്ടുണ്ട്. എന്നാൽ അതിനുവേണ്ടി പല കാസയെ പോലുള്ള സംഘടനകൾ അത് ശരിയാണ്, ഈ ശരിയായ പാത ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരുമ്പോൾ അടുത്ത ഒരു സംഭവം അതിനെ എങ്ങനെ സൈഡ് ലൈൻ ചെയ്യുക, അവരുടെ ആ ഒരു മുന്നോട്ടത്തെ എങ്ങനെ തടയാൻ വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് അഖിലേന്ത്യാ തലത്തിൽ നടക്കുന്ന സംഭവങ്ങളെ ഉയർത്തിക്കൊണ്ടുവന്ന് കേരളത്തിൽ പ്രതിഷ്ഠിച്ച് അത് ചർച്ചാ വിഷയമാക്കാൻ ചില പത്രങ്ങളും അത് ചാനലുകളും രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ മുന്നിട്ടിറങ്ങുന്നുണ്ട്. അല്ലെങ്കിൽ ക്രിസ്ത്യൻ സഭയിൽ ഒരു വിഭാഗം ഇറങ്ങുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും ക്രിസ്ത്യൻ സമൂഹം കേരളത്തിൽ ജനസംഖ്യാപരമായി ശോഷിച്ച് കുറഞ്ഞു വരികയാണ്. അവരുടെ ഫെർട്ടിലിറ്റി നിരക്കെന്ന് പറയുന്നത് ഹിന്ദുക്കളേക്കാൾ കുറവാണ്. ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് മുസ്ലിം വിഭാഗമാണ്. മുസ്ലിം വിഭാഗം ഓരോ കൂടുതലായിട്ട് അതിൻ്റെ പേരിൽ തന്നെ ആനുകൂല്യങ്ങൾ, ഇപ്പോൾ മലപ്പുറം സംസ്ഥാനമാക്കണമെന്ന് പറയുന്നവർ പോലെ തന്നെ മലപ്പുറം 3 ജില്ലകളാക്കി അവിടെ നിന്ന് 3 MPമാരെ കൊണ്ടുവരണം, അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. ഇതൊക്കെ അവസാനമായിട്ട് ചെന്നുകൊള്ളുന്നത് എവിടെയാണ്? സ്വതന്ത്രമായിട്ട് ചിന്തിക്കുന്ന വ്യക്തികളുടെ മനസ്സിലാണ്. അപ്പോൾ കേരള രാഷ്ട്രീയം മുസ്ലിം കേന്ദ്രീകൃതമായിട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ള പ്രചരണം അച്യുതാനന്ദൻ്റെ കാലം മുതൽ തുടങ്ങിയാണ്. കഴിഞ്ഞ ദിവസം അത് AK ബാലൻ പറഞ്ഞു. ഇതേപോലെ തന്നെ ശൈലജ ടീച്ചർ എന്തോ ഒരു കഴിഞ്ഞിടക്ക് ഹിജാബിനെ കുറിച്ചാണെങ്കിൽ പോലും ഭഗീന്ദ്രേണ പറഞ്ഞു. ഇങ്ങനെ പലതരത്തിലുള്ള പ്രസ്താവനകൾ വരുന്നുണ്ട്. അപ്പോൾ മുസ്ലിം കേന്ദ്രീകൃതമായിട്ട് പോകും എന്ന് പറയുന്നത് എണ്ണ ഒഴിച്ചുകൊണ്ട് ഷാജിയുടെ ഒരു പ്രസ്താവന വന്നു, ഞങ്ങൾക്ക് മതമാണ് ×3 എന്ന രീതിയിലൊരു പ്രസ്താവന, മതമാണ് പ്രശ്നമെന്ന് പറഞ്ഞൊരു പ്രസ്താവന അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് വന്നു. ഇതെല്ലാം വളരെ വ്യാപകമായിട്ട് വോട്ടിങ്ങിനെ സ്വാധീനിക്കും. ഇതിനെ ഉപയോഗിക്കാൻ BJPക്ക് അറിയാം. എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹിന്ദു ഭൂരിപക്ഷമുള്ള
മണ്ഡലങ്ങൾ, ഈ 14 ജില്ലകളിൽ മലപ്പുറം ഒഴികെ എല്ലാ ജില്ലകളിലും ഹിന്ദുക്കളാണ് ഭൂരിപക്ഷം. എന്നാൽ ഹിന്ദുക്കൾക്ക് ഭൂരിപക്ഷം ഉണ്ട് എന്നതുകൊണ്ട് വിജയസാധ്യത ഉണ്ടാകണമെന്നില്ല. അവിടെയാണ് അവസരങ്ങൾ എങ്ങനെ ഉപയോഗിക്കണമെന്ന് BJPയുടെ തന്ത്രം മനസ്സിലാക്കേണ്ടത്. വെള്ളാപ്പള്ളി നടേശനെതിരെ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ആ ഒരു ആക്രമണത്തെ, അദ്ദേഹത്തിനെതിരെയുള്ള കടന്നാക്രമണം, ചാനലുകളും പത്രങ്ങളും ഒക്കെ അദ്ദേഹത്തിന് എഴുതി, രാഷ്ട്രീയ കക്ഷികളൊക്കെ അദ്ദേഹത്തിനെതിരെ വന്നപ്പോൾ പ്രതിരോധിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് കേന്ദ്ര നേതാവ് തന്നെ എത്തിയത് മനസ്സിലാക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ BDJS-ഉമായിട്ടുള്ള ബന്ധത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുക. പിന്നെ NSS കേരളത്തിലൊരു പ്രധാന വിഭാഗമാണ്. NSS-ൽപ്പെട്ട നിരവധിയായ ആൾക്കാർ BJPയിൽ വളരെ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ NSS നേതൃത്വം BJPക്ക് എതിരാണ്, പച്ചയായിട്ട് എതിരാണ്. സുരേഷ് ഗോപിയോട് കാണിച്ചത് നമുക്കറിയാം. അതേപോലെ തന്നെ സുരേന്ദ്രനും അതേപോലെ തന്നെ ഇപ്പോഴത്തെ പല നേതാക്കന്മാരോട് സന്ദർശിക്കാൻ എത്തുമ്പോൾ അവരോട് മുഖം തിരിച്ചു നിൽക്കുന്നതൊക്കെ നമ്മൾക്ക് കാണുന്നുള്ളതാണ്. അപ്പോൾ പക്ഷേ NSS-ൽപ്പെട്ട ആൾക്കാരുടെ എല്ലാം കുത്തകാവകാശം ശ്രീ സുകുമാരൻ നായർക്കുണ്ട് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കേണ്ടതില്ല. കാരണം അവർ സ്വതന്ത്രമായി ചിന്തിക്കാൻ കഴിവുള്ള ആൾക്കാരാണ്. NSS എന്ന രീതിയിൽ അവർ NSS ആണ്. പക്ഷെ വോട്ട് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ നിലപാടിൽ വലിയ പ്രതിഫലനം ഉണ്ടാകണമെന്നില്ല. വ്യക്തിപരമായ രീതികളിൽ മുന്നോട്ട് പോകും. പിന്നെ അവരെ ഇപ്പോൾ ഈ ഇലക്ഷനിൽ അവർ സ്ഥാനാർത്ഥി നിർണയത്തിൽ BJP ഇപ്പോഴേ മുന്നിലാണ് എന്ന് മാത്രമല്ല, സെലക്ഷൻ വളരെ ഗംഭീരമാണ്. ജയിക്കാൻ സാധ്യതയുള്ള സംശുദ്ധരായ സ്ഥാനാർത്ഥികൾ, ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ മുൻകൂട്ടിയുള്ള പ്രവർത്തനം, ക്യാമ്പ് ചെയ്തുള്ള പ്രവർത്തനം. അതോടൊപ്പം തന്നെ BJPക്ക് ഇലക്ഷൻ പ്രചാരണത്തിൽ പണം ഒരു പ്രശ്നമല്ല. കാരണം ഇലക്ട്രൽ ബോണ്ടിലെ ഏറ്റവും കൂടുതൽ പണം കിട്ടുന്ന ഇന്നത്തെ ഇന്ത്യയിലെ പാർട്ടി BJP-ആണ്. ആ പണം ഇലക്ഷന് ചെലവഴിക്കണമെന്നേ ഉള്ളൂ. അത് കേരളത്തിൽ ചെലവഴിച്ചു എന്നുള്ളത് കൊണ്ട് അത് ഏതെങ്കിലും രീതിയിലുള്ള ക്രമക്കേടായിട്ട് ഒരിക്കലും ഇലക്ഷൻ കമ്മീഷന്റെ മുന്നിൽ വരികയില്ല എന്നതുകൊണ്ട് തന്നെ വൈറ്റ് മണി തന്നെ അതിന് ധൈര്യമായിട്ട് അവർക്ക് ഉപയോഗിക്കാം. എന്നാൽ മറ്റു പാർട്ടികൾക്ക് ഇത്രയും ധാരാളിത്തം ഫണ്ടിന്റെ കാര്യത്തിൽ ഇല്ല. അതൊരു വലിയ തിരിച്ചടി. ചുരുക്കം പറഞ്ഞാൽ BJP കേരളം ലക്ഷ്യമിട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് എത്തിച്ച് ഇന്നല്ലെങ്കിൽ നാളെ അവർ കയറി ഇരുന്ന് ഭരിക്കും അല്ലേ? BJP കേരളത്തിൽ അതിനിർണായകമായ ശക്തിയായിട്ട് മാറും. ഈ ഇലക്ഷൻ മുതൽ അതിനുള്ള സാധ്യത അവർ സജീവമാക്കി. ഒരുപക്ഷെ അവർ ഭാവിയിൽ അധികാരം പിടിക്കാൻ പാടില്ല എന്ന് പറയാൻ പറ്റുകയില്ല. കാരണം അധികാര രാഷ്ട്രീയത്തിൽ UP-യിൽ ഒരിക്കലും അവരെത്തുമെന്ന് ഒരാളും പ്രവചിച്ചിരുന്ന മുലായം സിംഗിൻ്റെയും അതേപോലെ തന്നെ മായാവതിയുടെയൊക്കെ തട്ടകമായിരുന്ന BJPക്ക് എതിരായിട്ടുള്ള നീക്കങ്ങളുടെ കുന്തമുനകളായി നിന്ന നേതാക്കന്മാരാണ് അവരില്ല. അവിടെ ഇന്ന് തുടർച്ചയായിട്ട് BJP ഭരിക്കുന്നുവെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങൾ, ഇപ്പോൾ മഹാരാഷ്ട്ര നമുക്ക് നോക്കിയാൽ അറിയാം, ശരത് പവാറിനെ പോലുള്ള ആൾക്കാർ രാഷ്ട്രീയ അധികായന്റെ വേര് ആ മരത്തെ കടപുഴുക്കി വീണ് കോൺഗ്രസിനെ ഇല്ലാതാക്കി. അവർ തന്ത്രങ്ങളുടെ ആശാന്മാരാ. ആ തന്ത്രം കൊണ്ട് അവർക്ക് കേരളം പിടിക്കാൻ പറ്റും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.